വചനം തിരുവചനം. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് ക്ഷമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കുക, ആരോടും ക്ഷമിക്കാത്ത, ആരോടും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ലോകമാണ്, ഒരു മനുഷ്യഗണമാണ് ഈ ലോകത്തിലുള്ളതെങ്കിൽ ഈ ജീവിതം എത്ര ദുഷ്കരമാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ക്ഷമ സ്വീകരിക്കുന്നതും ക്ഷമ കൊടുക്കുന്നതും ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായി ഞാൻ കരുതുന്നു. നമ്മുടെ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. ഇത്രമാത്രം സാർവത്രികമായി ക്ഷമ സ്വീകരിക്കാൻ കർത്താവായ ക്രിസ്തു വലിയ ഒരു ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുന്നു. കുമ്പസാരക്കൂടില്ലാത്ത ഒരു കത്തോലിക്ക സഭയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ക്ഷമ സ്വീകരിക്കാത്ത ഒരു കത്തോലിക്ക സഭയെപ്പറ്റി, കത്തോലിക്ക മക്കളെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ക്ഷമ വലിയ ഒരു ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തെ ഏറ്റവും അധികം ഈ ഭൂമിയിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ പരിശുദ്ധ കന്യകാമാതാവാണ്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ക്ഷമയെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്കൊരുപാട് അത്ഭുതം തോന്നാറുണ്ട്. കാരണം തൻ്റെ ഏക മകനെ, ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ ഏക മകനെ അവൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പലരും ഉപേക്ഷിച്ചു പോയി. ഒരു ശിഷ്യൻ ഒറ്റിക്കൊടുത്തു, ഒരു ശിഷ്യൻ തള്ളിപ്പറഞ്ഞു, മറ്റനേകം പേർ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഉപേക്ഷിച്ച് പലയിടങ്ങളിലേക്കായി ഓടിപ്പോയി. എന്നാൽ ഈ അമ്മ ഈ മക്കളോടെല്ലാം ക്ഷമിച്ച് അവരെല്ലാം ഒന്നിച്ചു കൂട്ടി അപ്പർ റൂമിൽ പ്രാർത്ഥിക്കാനായി തീരുമാനമെടുക്കുന്നു. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ ഈ ശിഷ്യന്മാരോട് ക്ഷമിച്ചില്ല എന്ന് കരുതുക. വെറുതെ ഒന്ന് ചിന്തിക്കുക. പരിശുദ്ധ അമ്മ ഈ ശിഷ്യന്മാരോട്, ഈശോയെ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാരോട്, ഈശോയെ തള്ളിപ്പറഞ്ഞ ശിഷ്യനോട്, ഈശോയെ ഒറ്റിക്കൊടുത്ത ശിഷ്യനോട്, ഇവരോട് ആരോടും പരിശുദ്ധ അമ്മ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ അമ്മ അവരോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ അമ്മ ക്ഷമിച്ചതുകൊണ്ടായിരിക്കണം ആ പ്രാർത്ഥന മുറിയിൽ 120ഓളം പേർ സമ്മേളിച്ചിരുന്ന ആ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവായ ദൈവം തീനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നത്. നോക്കുക, ക്ഷമ എത്ര വലിയ ഭാഗ്യമാണ്. പരിശുദ്ധ അമ്മ ക്ഷമിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം ആ മുറിയിൽ കൂടിയിരുന്ന എല്ലാവരുടെയും മേൽ തീനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ക്ഷമ കൊണ്ടുവരുന്ന ഭാഗ്യം നോക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നീ ക്ഷമിക്കുക. നീ ക്ഷമിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ശക്തമായി നിന്നിൽ ആവസിക്കും. ക്ഷമ ഒരു ഭാഗ്യമാണ്. ക്ഷമ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായി ഞാൻ കരുതട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുവചനത്തിലേക്ക് ഒന്ന് കടന്നു ചിന്തിച്ചാൽ മോശയെപ്പറ്റി നമുക്കൊന്ന് ആഴമായി ഒന്ന് വിചിന്തനം ചെയ്യാം. മോശ എന്ന് പറയുന്ന പ്രവാചകൻ 40-ാമത്തെ വയസ്സിൽ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയ ആളാണ്. തൻ്റെ സഹോദരൻ, ഹെബ്രായ സഹോദരനെ ഒരു ഈജിപ്തുകാരൻ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ, പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ ആ ഈജിപ്തുകാരനെ ഒറ്റയടിക്ക് കൊന്നവനാണ് മോശ. 40-ാമത്തെ വയസ്സിൽ ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഒളിച്ചോടിപ്പോയി. തൻ്റെ ഭയത്തിൽ, തൻ്റെ പേടിയിൽ 40 വർഷം ഒളിവിൽ കഴിഞ്ഞവനാണ് മോശ. 80-ാമത്തെ വയസ്സിൽ ദൈവം അവനോട് ക്ഷമിച്ച് അവനെ ഉയർത്തുന്ന സമയം വരെ ക്ഷമിക്കാൻ പറ്റാതെ, തന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാതെ, തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാതെ ഒരുപക്ഷെ മോശ കഴിഞ്ഞിരിക്കണം. 40 വർഷം ഒളിവിൽ കഴിയാൻ മോശയ്ക്ക് അത് കാരണമാക്കി. ക്ഷമ സ്വീകരിക്കാൻ പറ്റാത്ത മോശയുടെ അവസ്ഥ. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയ ആ നിമിഷം മോശ പുതിയൊരു വ്യക്തിയാവുകയാണ്. 80-ാമത്തെ വയസ്സിൽ താൻ എവിടെ ആരെ കൊലപ്പെടുത്തിയോ ആ രാജ്യത്തിലേക്ക്, ആ രാജ്യത്തിൻ്റെ തലവൻ്റെ അടുത്തേക്ക് ധൈര്യപൂർവ്വം മോശ ചെല്ലുകയാണ്. നമ്മുടെ ഭയങ്ങൾക്ക് കാരണം ഒരുപക്ഷെ നാം ക്ഷമിക്കാത്തതായിരിക്കണം എന്ന് മോശ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മോട് തന്നെയും നാം ക്ഷമിക്കാത്തതും ക്ഷമ സ്വീകരിക്കാത്തതും വലിയ ഭയങ്ങൾക്ക് കാരണമാകും.
അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ഷമിക്കുമ്പോൾ എല്ലാ ഭയങ്ങളും, ക്ഷമ സ്വീകരിക്കുമ്പോൾ എല്ലാ ഭയങ്ങളും മാറിപ്പോകുന്നു. മോശയുടേതുപോലെ ദൈവാനുഭവം കൊണ്ട് നാം നിറയും. അതുകൊണ്ട് ക്ഷമിക്കാൻ നമ്മൾ വൈകരുത്. മോശ നമ്മെ പഠിപ്പിക്കുന്നു, ക്ഷമ നിന്നെ എല്ലാ ഭയങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ തക്ക ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ക്ഷമിക്കാൻ നാം ഒരിക്കലും മടി കാണിക്കരുതെന്ന് മോശ ഓർമ്മിപ്പിക്കുന്നു. ദൈവം മോശയോട് ക്ഷമിച്ചു, മോശ സഹോദരങ്ങളോടും ക്ഷമിച്ചു. 40 വർഷം മോശ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മോശ എന്തുമാത്രം ആഴമായി ക്ഷമിച്ചിട്ടുണ്ട് എന്ന്. ഓരോ ദിവസവും ക്ഷമയുടെ പാഠപുസ്തകങ്ങളായിരുന്നു മോശയ്ക്ക്. ജനം എപ്പോഴും മോശയെയും ദൈവത്തെയും കുറ്റം പറഞ്ഞു. എന്തിനാണ് നീ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത്? എന്തിനാണ് നല്ല ഭക്ഷണം കഴിച്ചിരുന്ന ഞങ്ങളെ ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ അനുവദിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ. എന്നാൽ മോശ ആ സമയങ്ങളിലെല്ലാം ക്ഷമിച്ചപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ഷമ വലിയ അനുഗ്രഹത്തിന് കാരണമായി. കാനാൻ ദേശം വരെ ഇസ്രായേൽക്കാർ എത്തി. അത് മോശയുടെ നേതൃത്വം കൊണ്ടാണ്. കർത്താവ് മോശയെ തൻ്റെ കൂട്ടുകാരൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ മോശയോട് സംസാരിക്കുന്നത് ഒരു സുഹൃത്തിനെ എന്ന പോലെയാണ്. അത് മോശയുടെ ക്ഷമ എന്നുള്ള ഭാവം കൊണ്ടാണ്. ഭയങ്ങളിൽ നിന്ന് മാറി ചെങ്കടലിൻ്റെ മുമ്പിൽ ധീരതയോടെ നിൽക്കുന്ന മോശ, മരുഭൂമിയുടെ മുമ്പിൽ പകച്ചു പോകാതെ ധീരതയോടെ നയിക്കുന്ന മോശ, ഭക്ഷണമില്ലെന്ന് ജനം പരാതി പറയുമ്പോഴും പേടിക്കാതെ ധൈര്യപൂർവ്വം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന മോശ, ജനം യുദ്ധത്തിൽ തോൽക്കുമെന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പക്കലേക്ക് കൈകൾ ഉയർത്തുന്ന മോശ. ഈ മോശയ്ക്ക് ഈ വലിയ അവസ്ഥയിലേക്ക് ഉയരാനുള്ള കൃപ ദൈവം കൊടുത്തത് ക്ഷമയിലൂടെയാണ്. അതുകൊണ്ട് നാം ക്ഷമ സ്വീകരിക്കണം. രണ്ടാമതായി ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവിനെ നമുക്കറിയാം. എങ്ങനെയുള്ള മനുഷ്യനാണ് ദാവീദ് രാജാവെന്ന്. കർത്താവ് എൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ വ്യക്തി എന്ന് പറഞ്ഞ ആളാണ് ദാവീദ് രാജാവ്. പക്ഷേ ദാവീദ് രാജാവ് വലിയ 2 പാപങ്ങൾ ചെയ്തു. ഒന്ന്, കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്ത വ്യഭിചാരത്തിൻ്റെ പാപം, അശുദ്ധിയുടെ പാപം. പിന്നീട് അത് മറയ്ക്കാനായി ഉറിയ എന്ന് പറയുന്ന ബത്ശബയുടെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്ത പാപം. അങ്ങനെ 2 പാപങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 2 പാപങ്ങളും ഒളിപ്പിച്ചു വെച്ച് ദാവീദ് അഭിനയിച്ച് ജീവിച്ചു. ഒരുപക്ഷെ നമ്മളും നമ്മുടെ പാപങ്ങൾ ഒളിപ്പിച്ചു വെച്ച് അഭിനയിച്ച് ജീവിക്കുന്നുണ്ടാകാം. ഈ അഭിനയം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് കർത്താവായ ദൈവം നാഥാൻ പ്രവാചകനെ ഈ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. നാഥാൻ പ്രവാചകൻ വന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ അവൻ്റെ അഭിനയത്തിൻ്റെ കോട്ടകൾ അവിടെ തകർന്നു വീഴുന്നു. അനുതാപത്തിൻ്റെ കണ്ണുനീർ ദാവീദിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ഷമ സ്വീകരിക്കുന്ന ആ നിമിഷം, അനുതാപ കണ്ണുനീർ ഒഴുകുന്ന ആ നിമിഷം ദാവീദ് അഭിനയം നിർത്തുന്നു. ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു, ചാക്കെടുത്ത് ചാരം പൂശി അനുതപിക്കുന്നു. ക്ഷമ സ്വീകരിക്കാനും കൊടുക്കാനും കഴിയുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അനുതപിക്കാൻ കഴിയും. ദാവീദ് രാജാവിനെ പോലെ അനുതപിക്കാൻ കഴിയും. അഭിനയം നിർത്താനായി കഴിയും. ക്ഷമിക്കുമ്പോൾ നാം അഭിനയം നിർത്തും. നമ്മൾ എത്ര പേരോട് അഭിനയിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഉത്തരമില്ല. നമുക്ക് ദേഷ്യമുള്ളവരോടും വെറുപ്പുള്ളവരോടൊക്കെ എന്തുമാത്രം നമ്മൾ ഉള്ളിൽ ദേഷ്യം കാണിക്കുകയും പുറത്ത് ചിരിച്ച് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുമാത്രം ആളുകളുടെ അടുത്ത് യഥാർത്ഥത്തിൽ ക്ഷമിക്കാതെ വെറുതെ അഭിനയിച്ച് നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്ഷമ വരുന്ന ദിവസം സമയം നമ്മുടെ അഭിനയങ്ങൾ നിന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദ് രാജാവ് അങ്ങനെ 70-ൽ പരം സങ്കീർത്തനങ്ങൾ ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ തിരുമനസ്സായി. അതിനാൽ ക്ഷമ സ്വീകരിക്കുക. ദാവീദ് രാജാവ് അനുതപിച്ച് ക്ഷമ സ്വീകരിച്ചപ്പോൾ ആ മനുഷ്യൻ ദൈവവചന പ്രഘോഷകനായി, ദൈവവചനം എഴുതുന്ന ഒരു വ്യക്തിയായി മാറി. അതുകൊണ്ട് നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുകയല്ല, അഭിനയിക്കുകയല്ല വേണ്ടത്. കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് ദാവീദ് രാജാവ് നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ. വിശുദ്ധ പൗലോസ്ലീഹ എന്തുമാത്രം തീഷ്ണതയോടെയാണ് വചനം പ്രഘോഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. ആ ഭൂതകാലത്തിൽ വിശുദ്ധ സ്തെഫാനോസിനെ കൊന്നവനാണ്, കൊലയ്ക്ക് കൂട്ടുനിന്നവനാണ് വിശുദ്ധ പൗലോസ്ലീഹ.
ഒരുപാട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാണ് വിശുദ്ധ പൗലോസ്ലീഹ. എന്നാൽ ക്ഷമ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആകെ മാറുകയാണ്. അടിമുടി വിശുദ്ധ പൗലോസ്ലീഹ മാറ്റം വന്ന ഒരു വ്യക്തിയായി തീരുന്നു. അപ്പോൾ ക്ഷമ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി അടിമുടി മാറ്റമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അവൻ്റെ ഭൂതകാലത്ത് അവൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ, കൊലപാതകങ്ങൾ, അവൻ്റെ ഏറ്റവും ഭീകരമായ പാപങ്ങൾ പോലും ദൈവം മറന്നു കളയാനായി അനുവദിക്കുന്നു. അടുത്തതായി ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ മഗ്ദലന മറിയമാണ്. മഗ്ദലന മറിയം എന്തുമാത്രം പാപത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് എന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ചെറുതായൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സ്ത്രീ എത്ര വലിയ പാപത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീ ആയിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ, ക്ഷമ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവളെ കുരിശിൻ്റെ കീഴെ നിൽക്കാൻ വരെ ഉയർത്തുന്ന വലിയ അനുഭവം നമ്മൾ കാണുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ക്ഷമയുടെ വലിയൊരു പ്രത്യേകത. നിൻ്റെ ഭൂതകാലം എങ്ങനെയാണോ എന്നാലോചിച്ച് നീ വിഷമിക്കേണ്ട, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ട്. ജെറമ്യാ പ്രവാചകനോട് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ നിനക്ക് ശുഭമായ പ്രതീക്ഷ നൽകുന്ന ഒരു ഭാവി, ഒരു പദ്ധതി എൻ്റെ കയ്യിൽ ഞാൻ ഭദ്രമായി നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ക്ഷമ സ്വീകരിക്കാൻ ഒരു കാരണവശാലും നാം ഭയപ്പെടേണ്ടതില്ല, മടി കാണിക്കേണ്ടതില്ല. ഏറ്റവും അവസാന നിമിഷം പോലും ഈ ക്ഷമ സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് നല്ല കള്ളൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കർത്താവിൻ്റെ കുരിശിൻ്റെ വലതുഭാഗത്ത് നിന്ന കള്ളൻ. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ അവനോട് ആരും ക്ഷമിച്ചിട്ടുണ്ടാവുകയില്ല. ഒരുപക്ഷെ ഈ ജീവിതത്തിൽ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുകയുള്ളൂ, തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. അവൻ പാപം ചെയ്തവനാണ്, തീർച്ചയായിട്ടും കുറ്റം ചെയ്തവനാണ്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ നിമിഷം തന്നെ കർത്താവ് അവനോട് ക്ഷമിച്ച് അവനോട് പറഞ്ഞു, നീ ഇന്ന് മുതൽ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ ക്ഷമ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം വരെ ഉയർത്തപ്പെടാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കും. അതുകൊണ്ട് ക്ഷമ സ്വീകരിക്കാൻ വൈകരുത്, ക്ഷമിക്കാൻ വൈകരുത്. ക്ഷമ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന നല്ല മക്കളാകാൻ നമുക്ക് സാധിക്കണം. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും ജീവിതത്തിൻ്റെ തകർച്ച നേരിടുന്ന മക്കളാണ് വരുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും തകർച്ച നേരിടുന്ന മക്കൾ. ഒരിക്കൽ ഒരു സഹോദരൻ അവൻ ഷർട്ടിൻ്റെ കുടുക്കൊന്നിടാതെയാണ് എൻ്റെ ശുശ്രൂഷ സ്ഥലത്തേക്ക് കയറി വന്നത്. അവൻ്റെ അപ്പയും അമ്മയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ ദേഷ്യം അവന് അപ്പയോടും അമ്മയോടും ഉണ്ടായിരുന്നു. അപ്പയെയും അമ്മയെയും അടിക്കാൻ വരെ കൈയോങ്ങുന്ന രീതിയിൽ ആ സഹോദരൻ നിൽക്കുകയാണ്. എത്ര വലിയ വേദനയാണെന്ന് ആലോചിക്കണം. അപ്പനോട് അവൻ പറയാ, ആ മനുഷ്യനെ എടുത്ത് അവിടെ നിന്ന് മാറ്റ്. എന്നോട് പറയാം, ആ അപ്പൻ അവിടെ നിന്ന് മാറിപ്പോട്ടച്ചോ, എന്നിട്ട് ഞാൻ കയറിക്കോളാം, അയാൾ അവിടെ നിന്ന് എടുത്ത് മാറ്റ് എന്ന് പറയുന്ന രീതിയിൽ അത്രമാത്രം ദേഷ്യം ഈ മകൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. നോക്കുക, ക്ഷമയില്ലാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തൊരു ഭീകരമാണ്. ഞാൻ ആ അപ്പച്ചൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞു, അമ്മയോട് വരാൻ പറഞ്ഞു. ഫോർമാലിറ്റികൾ എല്ലാം തീർക്കാൻ വേണ്ടി, അഡ്രസ്സും കാര്യങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി, ഒപ്പ് ഇടാൻ വേണ്ടി അമ്മയെ അകത്തേക്ക് വിളിച്ചു. 30-35 വയസ്സുള്ള ഈ സഹോദരൻ്റെ അമ്മ അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്ന ഉടനെ തന്നെ അവൻ കൈ ഉയർത്തി അമ്മയെ ഓടിടി എന്ന് അമ്മയുടെ അടുത്ത് പറയാണ്. അപ്പോൾ അമ്മയോടുള്ള ഇവൻ്റെ ദേഷ്യം ഉള്ളിൽ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കുക. അവൻ അതുപോലെ തന്നെ അത് പ്രകടിപ്പിക്കുകയാണ്. ദേഷ്യവും വെറുപ്പും വിരോധവും അതുപോലെ തന്നെ അവൻ പ്രകടിപ്പിക്കും. അവൻ്റെ ജീവിതം എത്ര വേദനയാണ്. ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ നന്നാവാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛൻ എന്നെ എത്ര നാൾ ഇവിടെ നിർത്തിയാലും ഞാൻ നന്നാവാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, എന്നെ ശരിയാക്കാൻ പറ്റില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് വലിയൊരു അത്ഭുതം ഞാൻ ദർശിച്ചു. വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് ഒരു മനുഷ്യൻ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. ആരാധനയുടെ പ്രാർത്ഥനയുടെ സമയത്ത് ഇവൻ പൊട്ടിക്കരയാണ്. എന്താണ് കാരണം എന്ന് അറിഞ്ഞുകൂടാ, ഇവൻ കരയുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അച്ഛ, ഇതുപോലൊരു ആരാധന എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഈ മകൻ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയാണ്. വർഷങ്ങളോളം കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാതിരുന്ന ഈ മകൻ വിശുദ്ധ കുർബാന കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയാണ്. എത്ര വലിയ ആനന്ദത്തിലേക്ക് ഇവൻ കടന്നു വന്നെന്നറിയാവോ? ഇവൻ്റെ അപ്പനെയും അമ്മയെയും ഞാൻ വിളിപ്പിച്ചു. അപ്പനും അമ്മയും ഇവനെ കാണാൻ വന്നു. അവർക്ക് വിശ്വാസമായില്ല ഇവൻ ഇങ്ങനൊരു മാറ്റം അവനുണ്ടായെന്ന്. അവൻ പറയാണ്, കർത്താവായ ദൈവം എന്നോട് ക്ഷമിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ അപ്പയോടും അമ്മയോടും എല്ലാവരോടും ക്ഷമിക്കാൻ പോവുകയാണ്, ക്ഷമ ചോദിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ അപ്പനും അമ്മയും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ അപ്പയുടെ അമ്മയുടെയും കാല് പിടിച്ച് മാപ്പ് പറയണം, കാല് പിടിച്ച് മാപ്പ് പറയണം, ക്ഷമ സ്വീകരിക്കും മോനെ. അത് ഏറ്റവും വലിയ ഭാഗ്യം.
ക്ഷമിക്ക്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നീ അപ്പയുടെയും അമ്മയുടെയും കാലിൽ വീഴുമ്പോൾ ഒരിക്കൽ നീ കൈ ഉയർത്തിയതാണ് ഇവരെ അടിക്കാൻ വേണ്ടി, ഇവരെ തള്ളിക്കളയാൻ വേണ്ടി. എന്നാൽ ഇവരുടെ കാൽക്കൽ വീഴുമ്പോൾ വലിയ ഭാഗ്യം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവൻ അപ്പയുടെയും അമ്മയുടെയും കാൽക്കൽ വീണ് മാപ്പ് പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, അപ്പയും അമ്മയും കണ്ണുനീരോടുകൂടി, കണ്ണുനീരിൻ്റെ വലിയ അഭിഷേകത്തോടു കൂടി ഈ മഹാത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അവർ കരഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ, അവർക്ക് ഹൃദയം തുറന്ന് ആ മകനോട് ക്ഷമിക്കുമ്പോൾ വലിയ അനുഗ്രഹം ആ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. പ്രിയമുള്ളവരെ, അന്നു മുതൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ കുമ്പസാരിക്കാതെ ജീവിച്ചിരുന്ന ആ മകൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന നല്ലൊരു ക്രിസ്തീയ വിശ്വാസിയായി മാറി. ക്ഷമ എന്ന് പറയുന്ന ആ വലിയ പുണ്യം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇനി ക്ഷമിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്, കഷ്ടമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമയിലെ ആ സഹോദരനുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത സഹോദരൻ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 10,000 രൂപ, 1 ധനാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ. അപ്പോൾ 100 ധനാറ എന്ന് പറഞ്ഞാൽ 100 രൂപ, 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 10,000 രൂപ. പിന്നീട് ഒരു ബൈബിൾ പണ്ഡിതനായ അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നത്, 1 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 34 കിലോ സ്വർണ്ണമാണ്. 34 കിലോ സ്വർണം അല്ലെങ്കിൽ വെള്ളി 34 കിലോ സ്വർണ്ണമാണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 10,000 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,40,000 കിലോ സ്വർണ്ണമാണ്. 3,40,000 കിലോ സ്വർണം കടപ്പെട്ടിരുന്ന ഈ ഭൃത്യനോട് അവൻ്റെ യജമാനൻ അവനോട് ക്ഷമിക്കുകയാണ്. അവൻ ഒരു ജീവിതമല്ല 100 ജീവിതം എടുത്താലും, നമുക്കറിയാം ഒരു പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. 8 ഗ്രാമേ ഉള്ളൂ ഒരു പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് തന്നെ നമുക്കൊരു പവൻ വാങ്ങാനായി എന്തുമാത്രം നമ്മൾ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ 3,40,000 കിലോ സ്വർണം ഒരു വ്യക്തിയോട് അവൻ്റെ യജമാനൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ ക്ഷമയാണെന്ന് ഓർക്കണം. ഇവൻ ഈ ക്ഷമ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 100 ധനാറ മാത്രം കടപ്പെട്ടിരുന്ന ഒരു സഹോദരനെ കാണുകയാണ്. 100 ധനാറ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ദിവസത്തെ കൂലിയാണ് 1 ധനാറ. 100 ദിവസത്തെ കൂലിയാണ് 100 ധനാറ. 100 ദിവസത്തെ കൂലിയേ ഉള്ളൂ. അവനത് സുഖമായി ക്ഷമിക്കാമായിരുന്നു, ഒരു കുഴപ്പമില്ല എന്ന് പറയാമായിരുന്നു. എന്നാൽ അവൻ്റെ കഴുത്തിൽ പിടിച്ച് അവനെ ജയിലിലടയ്ക്കാൻ മാത്രം ക്ഷമ കാണിക്കാതിരുന്ന ഈ ഭൃത്യനെ ദൈവമായ കർത്താവ് എങ്ങനെ ക്ഷമിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ വലിയ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു. വലിയ പാപങ്ങൾ, നമ്മുടെ ഉത്ഭവ പാപം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു. നമ്മുടെ കർമ്മപാപം ദൈവം ക്ഷമിക്കുകയാണ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ. നരകം കിട്ടാവുന്ന പാപങ്ങളാണ് ഇവയൊക്കെ. എങ്കിലും ദൈവം ഇതെല്ലാം ക്ഷമിച്ചു. 3,40,000 കിലോ സ്വർണത്തിൻ്റെ ക്ഷമ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് 100 ധനാറയ്ക്കുള്ള ക്ഷമ കൊടുത്തുകൂടെ എന്നൊരു ചോദ്യം ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഇങ്ങനെ 100 ധനാറയ്ക്കുള്ള ക്ഷമ കൊടുക്കാത്തവനോട് ദൈവവും ക്ഷമ കാണിക്കാൻ മടി കാണിക്കും എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് ക്ഷമിക്കാൻ ഒരു മടിയും നമ്മൾ കാണിക്കരുത്. ഹോസേയ പ്രവാചകൻ നമ്മയൊക്കെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവാചകനാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലൊന്നും ഇങ്ങനൊരു പ്രവാചകൻ, ഇത്തരത്തിലുള്ള പ്രവാചകനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസേയ പ്രവാചകനോട് നമ്മുടെ ദൈവമായ കർത്താവ് പറയുകയാണ്, നീ പോയി ഒരു ജാര വൃത്തി ചെയ്യുന്ന വേശ്യ സഹോദരിയെ പോയി വിവാഹം കഴിക്കുക. ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല ദൈവം പോയി ഒരു വേശ്യയെ ഒരു പ്രവാചകനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒരു സ്ഥലത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം ദൈവം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? പ്രിയമുള്ള സഹോദര, ദൈവത്തിൻ്റെ മനസ്സ് ഈ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഗോമർ എന്ന് പറയുന്ന സ്ത്രീയെ ഈ ഹോസേയ എന്ന് പറയുന്ന പ്രവാചകൻ പോയി വിവാഹം കഴിക്കുകയാണ്. എത്ര വലിയ കാര്യമാണെന്ന് ഓർക്കുക. പലരുടെയിലും ജീവിച്ചിരുന്ന സഹോദരിയെ ദൈവം ഈ പ്രവാചകന് കൊടുക്കുകയാണ്. അവളെ പ്രവാചകൻ്റെ മാത്രമാക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ മാത്രം ആക്കാൻ വേണ്ടി. എന്നാൽ 3 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഗോമർ എന്ന് പറയുന്ന ആ സഹോദരി വീണ്ടും പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. വീണ്ടും പഴയ ജോലിയിലേക്ക്. ചിന്തിക്കാൻ പറ്റുമോ? ദൈവം എടുത്ത് ഉയർത്തി ആ പാപങ്ങളിൽ നിന്നെല്ലാം
മാറ്റി ക്ഷമിച്ച് അവളെ പ്രവാചകൻ്റെ അടുത്താക്കി കഴിഞ്ഞിട്ടും ആ സ്ത്രീ അവൾ സ്വീകരിച്ച ക്ഷമയെ, അവൾ സ്വീകരിച്ച അനുഗ്രഹത്തെ, ഭാഗ്യത്തെ മനസ്സിലാക്കാതെ വീണ്ടും പഴയ ജോലിയിലേക്ക്, വേശ്യാവൃത്തിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പ്രവാചകൻ ഇങ്ങനെ നടന്ന് ഓരോ വേശ്യാശാലയിലും ചെന്ന് ചോദിക്കുകയാണ്, ഗോമർ ഇവിടെ ഉണ്ടോ? കാരണം എന്താണെന്നറിയാവോ? ദൈവം പറഞ്ഞു, നീ പോയി അവളെ തിരിച്ചു കൊണ്ടുവരിക, നീ പോയി അവളോട് ക്ഷമിച്ച് അവളെ തിരിച്ചു കൊണ്ടുവരിക. എളുപ്പമുള്ള കാര്യമാണോ പ്രിയമുള്ള സഹോദരങ്ങളെ? നമുക്ക് അത്ര എളുപ്പമായിട്ട് ആരും കാണാത്ത, പറയാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രവാചകൻ ഓരോ വേശ്യാശാലയിലും, വ്യഭിചാരശാലയുടെ മുമ്പിൽ ചെന്ന് ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, ഗോമറുണ്ടോ? നാട്ടുകാർ കാണുന്നുണ്ട്, നാട്ടുകാർ അറിയുന്നുണ്ട്. അവരൊരു പക്ഷേ ചോദിച്ചു കാണും, എന്തിനാണ് പ്രവാചകൻ ഈ വ്യഭിചാരശാലയുടെ മുമ്പിൽ നിൽക്കുന്നത്? എന്തിനാണ് ഈ പ്രവാചകൻ ഈ വ്യഭിചാരശാലയുടെ മുമ്പിൽ നിന്ന് ഗോമറിനെ അന്വേഷിക്കുന്നത്? എത്ര വലിയ നാണക്കേടാണെന്ന് ഓർക്കണം. എങ്കിലും ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് ഈ സഹോദരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, ഈ സഹോദരിയെ സ്വീകരിക്കുകയാണ്. കാരണം ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു, ദൈവത്തിൻ്റെ മനസ്സ് ക്ഷമിക്കുന്ന മനസ്സാണ്. ക്ഷമയാണ് ഏറ്റവും വലിയ ഭാഗ്യം. എത്ര വലിയ പാപമായിക്കൊള്ളട്ടെ, എത്രയും വലിയ തെറ്റായിക്കൊള്ളട്ടെ, ക്ഷമിക്കാനുള്ള നമ്മുടെ മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം. ഞാനെപ്പോഴും എൻ്റെ മക്കളോട്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥാപനത്തിലെ മക്കളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ മക്കളെ, ക്ഷമയ്ക്ക് നെല്ലിപ്പലക ഉണ്ടോ? ക്ഷമയ്ക്ക് നെല്ലിപ്പലക ഉണ്ടോ? നെല്ലിപ്പലക എന്താണെന്നറിയാം. ഒരു കിണറ്റിൻ്റെ ഏറ്റവും അടിയിൽ ഇടുന്ന ആ പലകയാണ് നെല്ലിപ്പലക. ക്ഷമയ്ക്ക് നെല്ലിപ്പലക ഉണ്ടോ? ശരിക്കും ഞാൻ വിശ്വസിക്കുന്നു ക്ഷമയ്ക്ക് നെല്ലിപ്പലക ഇല്ല. എന്തോരം ക്ഷമിക്കണമെന്ന് ഒരിക്കലൊരു ശിഷ്യൻ പത്രോസ് ശ്ലീഹ ഈശോയോട് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ, എന്തുമാത്രം ഞാൻ ക്ഷമിക്കണം? ഈശോ അവനോട് പറഞ്ഞു, 70 പ്രാവശ്യം. അതായത് ക്ഷമയ്ക്ക് നെല്ലിപ്പലകയില്ല. ഒരു വ്യക്തിയോട് ഞാൻ എന്തുമാത്രം ക്ഷമിക്കണം? എൻ്റെ കുടിയനായ ഭർത്താവിനോട് ഞാൻ എന്തുമാത്രം ക്ഷമിക്കണം? എന്നെ അനുസരിക്കാത്ത ഭാര്യയോട് ഞാൻ എന്തുമാത്രം ക്ഷമിക്കണം? താന്തോന്നികളായി പോകുന്ന എൻ്റെ മക്കളോട് ഞാൻ എന്തുമാത്രം ക്ഷമിക്കണം? ഞാൻ ക്ഷമിച്ച് മടുത്തു അച്ചോ. ഞാൻ ക്ഷമിച്ച് എനിക്ക് പറ്റാതായി അച്ചോ. എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ഷമ കൊണ്ടുവരുന്ന ഭാഗ്യം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ, ക്ഷമ കൊണ്ടുവരുന്ന മഹാസൗഭാഗ്യം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ക്ഷമിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. നമ്മുടെ കർത്താവ് കുരിശിൽ ഇങ്ങനെ കിടക്കുകയാണ്. കുരിശിൽ അവനെ പീഡിപ്പിച്ച എല്ലാ ജനങ്ങളും അവന് ചുറ്റും നിൽക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാനും അങ്ങനെ ഏതാനും പേർ ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തികളും താഴെ നിൽക്കുന്നുണ്ട്. അവനെ വെറുത്തിരുന്ന മക്കൾ ഇപ്രകാരം പറഞ്ഞു, അവന് എന്തിനാണ് അവൻ അവിടെ കിടക്കുന്നത്? അവന് ഇറങ്ങി വന്നുകൂടെ? അവൻ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വന്നുകൂടെ? പരിഹസിക്കുകയാണ്. അവരോടെല്ലാം ഈശോ ക്ഷമിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആണിയടിച്ച് കയറ്റിയവരാണ്, കയ്യിലും കാലിലും ആണിയടിച്ച് കയറ്റിയവരാണ്, ചാട്ടവാറ് കൊണ്ട് ശരീരം മുഴുവൻ വലിച്ചു കീറിയവരാണ്, മാനസികമായി പീഡിപ്പിച്ചവരാണ്. ആരാണ് നിന്നെ അടിക്കുന്നതെന്ന് പറയുക എന്ന് പറഞ്ഞ് കണ്ണുകെട്ടി അവനെ അടിച്ചവരാണ്, അവൻ്റെ മുഖത്ത് തുപ്പിയവരാണ്. പരിഹാസത്തിൻ്റെ ഏറ്റവും മോശമായ പരിഹാസം തുപ്പൽ. ആ തുപ്പൽ വരെ സ്വീകരിച്ചവരാണ്, ആ തുപ്പൽ വരെ കൊടുത്തവരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് പോലും അവൻ ക്ഷമിച്ചു. അവൻ്റെ അത്ര ഭാരം നമുക്കുണ്ടോ? അവൻ്റെ അത്ര പീഡനം നമ്മൾ ഏറ്റിട്ടുണ്ടോ? അവൻ്റെ അത്ര പരിഹാസത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ? കുരിശിൽ നഗ്നനായി കിടന്ന് എല്ലാവരാലും പരിഹസിക്കപ്പെടുന്ന ഈശോയെ ഒന്ന് മനസ്സിൽ കാണുക. എന്നിട്ട് ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. സാരമില്ല, എൻ്റെ ഈശോ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കുക എന്ന്. നിന്നെ ഉപദ്രവിക്കുന്നവനെ, നിന്നെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കുകയല്ലാതെ ക്ഷമിക്കുകയല്ലാതെ തിരിച്ച് ശപിക്കരുത്. നിന്നെ അടിക്കുന്നവനെ തിരിച്ചടിക്കരുത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ക്ഷമിക്കാം. ക്ഷമിക്കുന്ന ആ നിമിഷം, ക്ഷമിക്കുന്ന ആ സമയം, പ്രിയമുള്ളവരെ, നമ്മെ എത്ര പീഡിപ്പിച്ചവരായാലും, എത്ര നമുക്കെതിരെ പ്രവൃത്തികൾ ചെയ്തവരാണെങ്കിലും, എത്ര നമ്മെ തകർച്ചയിലേക്ക് നയിച്ചവരാണെങ്കിലും, നമ്മെ ശപിച്ചവരാണെങ്കിലും, അവരോട് നാം ക്ഷമിച്ചു കഴിയുമ്പോൾ ഈശോയായിരിക്കും പിന്നെ നമ്മുടെ സ്ഥാനത്ത് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത്. ഈശോയായിരിക്കും ദൈവാത്മാവിൻ്റെ കൃപകൾ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. പരിശുദ്ധ അമ്മയായിരിക്കും നമ്മോട് കൂടെ നിൽക്കാനായി വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ക്ഷമിക്കാം. ക്ഷമിക്കാൻ പ്രത്യേകിച്ച് കാരണം വേണോ? ക്ഷമിക്കാൻ ഒറ്റ കാരണം മതി. ആരെങ്കിലും നമ്മെ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ശപിക്കുകയോ തകർച്ചയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയോ നമുക്കെതിരെ
പ്രവർത്തിക്കുകയോ ചെയ്യുക, അത് മാത്രം മതി പ്രിയമുള്ള സഹോദരങ്ങളെ. നമുക്ക് ക്ഷമിക്കാം. ക്ഷമിക്കുന്ന ലോകമാണ് ഏറ്റവും മനോഹരമായ ലോകം. ഈശോയുടെ ഹൃദയം കാണണമെങ്കിൽ ക്ഷമിക്കണം. ഈശോയുടെ ഹൃദയം കാണണമെങ്കിൽ നാം ക്ഷമിക്കണം. കാരണം ഒരു പടയാളി ഈശോയുടെ നെഞ്ചിൽ വന്ന് കുന്തം കൊണ്ട് കുത്തി. അവിടെ നിന്ന് ഒഴുകിയ രക്തവും ജലവും ആ പടയാളി ഒറ്റക്കണ്ണനായിരുന്നു എന്ന് പാരമ്പര്യം പറയുന്നു. അവൻ്റെ കണ്ണുകളെ സുഖപ്പെടുത്തുകയാണ്. ക്ഷമിക്കുകയാണ് ഈശോ. കുത്തുമ്പോഴും ക്ഷമിക്കുന്ന ഈശോ. ഇതൊരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിൻ്റെ നീരുറവ നമ്മുടെ കുടുംബത്തിൽ തീർച്ചയായും ഒഴുകും. നമുക്ക് ക്ഷമിക്കാം. മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് എന്ത് പാപമായിക്കൊള്ളട്ടെ അവർ ചെയ്തത്, നമുക്ക് ക്ഷമിക്കാം. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കുരിശിൽ എല്ലാവരോടും ക്ഷമിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്കും ക്ഷമിക്കാം. ക്ഷമ നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഭാഗ്യമാകട്ടെ. ക്ഷമയുടെ ഭാഗ്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവും ദൈവവുമായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.